IPL-ൽ ഇത്തവണ മികച്ച ഫോമിലാണ് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ്. ആദ്യ 4 കളികളിലും ജയിച്ച് ആധികാരികമായി സീസൺ തുടങ്ങിയ റോയൽസ് 5-ാം മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനോട് മാത്രമാണ് പരാജയപ്പെട്ടത്. അതും ജയപ്രതീക്ഷ അവസാനം വരെ ഉണ്ടായിരുന്ന കളിയിൽ അവസാന ബോൾ ത്രില്ലറിലാണ് ടീം വീണത്. ഈ മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും ഇപ്പോഴും പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്ത് തന്നെ രാജസ്ഥാൻ റോയൽസ് ഉണ്ട്. പഞ്ചാബ് കിങ്സിനെതിരെ ശനിയാഴ്ചയാണ് രാജസ്ഥാന്റെ അടുത്ത മത്സരം വരാൻ പോകുന്നത്. ഈ കളിയിൽ ടീം ശക്തമായി തിരിച്ചുവരും എന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം പഞ്ചാബ് കിങ്സിനെതിരായ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ഒരു ജയത്തേക്കാൾ വലുതായി ആഗ്രഹിക്കുന്നത് ടീമിലെ ഒരു പ്രധാന താരത്തിന്റെ ഫോമിലേക്കുള്ള മടങ്ങിവരവാണ്. സീസണിലെ ആദ്യ 5 കളിയിലും നിരാശപ്പെടുത്തിയ ഈ താരം അടുത്ത കളി മികച്ച കളിയുമായി ഫോമിലേക്ക് തിരികെ എത്തുമെന്നാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത്. അത് സംഭവിച്ചാൽ ഇത്തവണ സഞ്ജുവിന്റെ രാജസ്ഥാൻ വേറെ ലെവലാകുമെന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത്. ഗുജറാത്ത് ഇന്നിംഗ്സിന്റെ പാതിഘട്ടം വരെ ജയം ഉറപ്പിച്ചു മുന്നേറിയ രാജസ്ഥാൻ റോയൽസ് അവസാന ഓവറുകളിലാണ് മത്സരം കൈവിട്ടത്. അവസാന 5 ഓവറുകളിൽ 74 റൺസ് അടിച്ചുകൂട്ടിയാണ് ഗില്ലും സംഘവും ജയിച്ചു കയറിയത്. വിജയം ഏറെക്കുറെ ഉറപ്പിച്ച കളി എതിരാളികൾക്ക് അടിയറവ് വെക്കേണ്ടി വന്നത് രാജസ്ഥാനെയും ക്യാപ്റ്റൻ സഞ്ജുവിനെയും വല്ലാതെ നിരാശയിലാക്കിയിരുന്നു. മത്സരശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് ഇത് വ്യക്തവുമായിരുന്നു. എന്നിരുന്നാലും ഈ സീസണിലെ രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റർമാരും ബോളർമാരും മികച്ച ഫോമിൽ തന്നെയാണ് തുടരുന്നത്. സഞ്ജു സാംസണും റിയാൻ പരാഗും സ്വപ്ന ഫോമിൽ കളിക്കുമ്പോൾ ബട്ട്ലർ RCBക്കെതിരെ സെഞ്ചുറി നേടി തിളങ്ങിയിരുന്നു. എന്നാൽ ഈ സീസണിൽ ടീമിന്റെ ഏറ്റവും പ്രധാനിയാകുമെന്ന് കരുതപ്പെട്ടിരുന്ന ജയ്സ്വാൾ ആകട്ടെ വൻ ഫ്ലോപ്പ് ആയിരിക്കുകയാണ്. ആദ്യ 5 കളികളിൽ നിന്ന് 63 റൺസ് മാത്രമാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം. മറ്റ് ബാറ്റർമാർ അവസരത്തിനൊത്ത് ഉയർന്നതിനാൽ ജയ്സ്വാളിന്റെ ഫോം ഔട്ട് രാജസ്ഥാൻ ഇതുവരെ ബാധിച്ചിട്ടില്ല. എന്നാൽ ടീമിലെ ഏറ്റവും പ്രധാന താരമായ ജയ്സ്വാൾ എത്രയും പെട്ടെന്ന് ഫോമിലേക്ക് തിരിച്ചെത്തിയില്ലെങ്കിൽ സീസൺ പുരോഗമിക്കുമ്പോൾ രാജസ്ഥാൻ അത് തീർച്ചയായും തിരിച്ചടിയാകും. IPL-ന് തൊട്ടുമുമ്പ് ഇംഗ്ലണ്ടിനെതിരെ നടന്ന ടെസ്റ്റ് പരമ്പരയിൽ സ്വപ്ന ഫോമിലായിരുന്നു ജയ്സ്വാൾ ഉണ്ടായിരുന്നത്. 2 ഇരട്ട സെഞ്ചുറികൾ അടക്കം 712 റൺസ് ആയിരുന്നു അദ്ദേഹം നേടിയത്. പരമ്പരയിലെ കേമനും മറ്റാരുമായിരുന്നില്ല. ഇതുകൊണ്ട് തന്നെ IPL 2024 ജയ്സ്വാളിന്റേതായിരിക്കുമെന്ന തരത്തിൽ ക്രിക്കറ്റ് വിദഗ്ധരടക്കം പ്രവചനങ്ങളും നടത്തിയിരുന്നു. എന്നാൽ IPL-ലേക്ക് വന്നപ്പോൾ കാര്യങ്ങൾ കീഴ്മേൽ മറയുന്നതാണ് കണ്ടത്. ലക്നൌവിനെതിരെ ആദ്യ കളിയിൽ 24 റൺസിന് പുറത്തായ ജയ്സ്വാൾ പിന്നീടുള്ള മത്സരങ്ങളിൽ 5, 10, 0, 24 എന്നിങ്ങനെയുള്ള സ്കോറുകളിലാണ് വീണത്. പഞ്ചാബ് കിങ്സിനെതിരായ അടുത്ത കളിയിൽ ജയ്സ്വാളിന്റെ ഫോമിലേക്കുള്ള മടങ്ങിവരവിനായാണ് രാജസ്ഥാൻ റോയൽസ് ഒന്നടങ്കം കാത്തിരിക്കുന്നത്. അതുകൂടി സംഭവിച്ചാൽ ടീം വേറെ ലെവലാകുമെന്ന് ആരാധകർ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു. ജയ്സ്വാളിന്റെ ഫോം ഔട്ട് ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയായി എന്നതും ശ്രദ്ധേയമാണ്. സുനിൽ ഗവാസ്കർ അടക്കമുള്ള മുൻതാരങ്ങൾ യശസ്വിക്ക് പിന്തുണയുമായി രംഗത്തെത്തുകയും ചെയ്തു. ജയ്സ്വാളിന്റെ ഫോം ഔട്ടിൽ താൻ ഒട്ടും ആശങ്കപ്പെടുന്നില്ലെന്ന് പറയുന്ന ഗവാസ്കർ രാജസ്ഥാൻ റോയൽസിനും അക്കാര്യത്തിൽ വേവലാതി ഉണ്ടാവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഉടൻ തന്നെ അദ്ദേഹം ഫോമിലേക്ക് മടങ്ങിയെത്തുമെന്നും ബാറ്റുകൾ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുമെന്നും ഇതിനൊപ്പം ഗവാസ്കർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ശിഖർ ധവാന്റെ പഞ്ചാബ് കിങ്സ് ആണ് അടുത്ത കളിയിൽ സഞ്ജുവിന്റെയും സംഘത്തിന്റെയും എതിരാളികൾ. എവേ ഗ്രൗണ്ടിലാണ് ഈ പോരാട്ടം. ഗുജറാത്തിനെതിരെ പൊരുതിത്തോറ്റ സഞ്ജുവിന്റെയും ടീമിന്റെയും ശക്തമായ തിരിച്ചുവരവാണ് ഈ കളിയിൽ ആരാധകർ പ്രതീക്ഷിക്കുന്നത്.